എന്താണ് ക്ലിനിക്കൽ ഡിപ്രഷൻ? DSM-5 ഡിപ്രഷനെ മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. സാധാരണ ഡിഗ്രി സൈക്കോളജി അല്ലെങ്കിൽ PG സൈക്കോളജി ചെയ്യുമ്പോൾ അബ്നോർമൽ സൈക്കോളജിയും അതുപോലെ ഡിസോർഡേഴ്സും നമുക്ക് അതിനകത്തൊരു ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ടാവും. ഡിപ്രഷനെ പറ്റിയിട്ട് 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നില്ലെങ്കിൽ ഡിപ്രഷൻ എന്താണ്, അതിൻ്റെ കോസ് എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് എസ്സേ ചോദിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ മാത്രം ചോദിക്കാം. ഇന്നിപ്പോൾ DSM-5 അനുസരിച്ച് മേജർ ഡിപ്രസീവ് ഡിസോർഡർ അതല്ലെങ്കിൽ ഡിപ്രഷൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്താണെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇതിലൊരു 5 ക്രൈറ്റീരിയ ആണുള്ളത്, അതായത് A, B, C, D, E. ഇതിൽ Aയിൽ നമ്മൾ ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? A എന്ന് പറയുന്ന ക്രൈറ്റീരിയയിലാണ് പ്രധാനമായിട്ടും ആ ഡിസോർഡറിൻ്റെ സിംറ്റംസും അതിൻ്റെ ഒരു മെയിൻ പാർട്ട് വരുന്നത് ആ A ക്രൈറ്റീരിയയിലാണ്. അപ്പോൾ ഈ ക്രൈറ്റീരിയ Aയിൽ പറയുന്നത് 5 അതിൽ കൂടുതലോ സിംറ്റംസ് കുറഞ്ഞത് 2 ആഴ്ച കാലയളവിലെങ്കിലും കാണണം. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഫങ്ഷനിൽ നിന്ന് വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ഈ പറയുന്ന 5 ക്രൈറ്റീരിയയിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഡിപ്രസ്ഡ് മൂഡായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്ലഷർ ആയിരിക്കണം. ഈ സിംറ്റംസ് എല്ലാം പറയുമ്പോഴത്തേനും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. പിന്നെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കല്ല. നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ട് തന്നെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ നമ്മൾ കാണാതെ പഠിച്ച് അതുപോലെ തന്നെ എഴുതുക എന്നുള്ളതേ പറ്റുള്ളൂ. അപ്പോൾ ക്രൈറ്റീരിയ Aയിൽ പറയുന്ന ആദ്യത്തെ സിംറ്റം ഡിപ്രസ്ഡ് മൂഡ് മോസ്റ്റ് ഓഫ് ദി ഡേ, നിയർലി എവറി ഡേ, ആസ് ഇൻഡിക്കേറ്റഡ് ബൈ either subjective report or observation made by others. അതായത് ഡിപ്രസ്ഡ് മൂഡ് എന്നുള്ളത് നമുക്കൊരു സങ്കടം അല്ലെങ്കിൽ ഒരു മൂകത, ഒരു പ്രതീക്ഷയില്ലായ്മ, ഇതൊക്കെ ഒന്നില്ലെങ്കിൽ പേഷ്യൻ്റ് തുറന്ന് പറയുന്നതായിരിക്കും, അതല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ചിലരുടെ ഫേസ് കാണുമ്പോൾ തന്നെ കരയാൻ പോകുന്ന പോലെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ചിലപ്പോൾ പേഷ്യൻസിനെ കാണാറുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ അവർ തന്നെ ഇത്തരത്തിലുള്ളൊരു ഡിപ്രസ്ഡ് മൂഡ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സിംറ്റം. ഇനി രണ്ടാമത്തെ സിംറ്റം മാർക്കറ്റ്ലി ഡിമിനിഷ്ഡ് ഇൻട്രസ്റ്റ് ഓർ പ്ലഷർ ഇൻ ഓൾ ഓർ ഓൾമോസ്റ്റ് ഓൾ ആക്ടിവിറ്റീസ് മോസ്റ്റ് ഓഫ് ദി ഡേ, നിയർലി എവറി ഡേ. അതായത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസിലൊന്നും നമുക്കിപ്പോൾ പ്ലഷർ ഇല്ലാത്ത അവസ്ഥ, അത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ഈ രീതിയിലായിരിക്കും. ഒന്നിനോടും ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ സിഗ്നിഫിക്കൻറ്റ് വെയ്റ്റ് ലോസ് വെൻ നോട്ട് ഡയറ്റിംഗ് ഓർ വെയ്റ്റ് ഗെയിൻ ഓർ ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ അപ്പറ്റൈറ്റ് നിയർലി എവറി ഡേ. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഡയറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നോട്ടീസബിൾ ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് കുറയുക. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് 1 മാസത്തിനുള്ളിൽ തന്നെ 5% ഓഫ് അവർ ബോഡി വെയ്റ്റ്, ഉദാഹരണത്തിന് ഇപ്പോൾ 50 കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു 2.5 കിലോ 1 മാസത്തിൽ തന്നെ കുറയുക അല്ലെങ്കിൽ കൂടുക. ശ്രദ്ധിക്കണം, നമ്മളിവിടെ ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമല്ല പറയുന്നത്, ഡയറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഈ ഡിപ്രഷനുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ വിശപ്പിനെയോ ഭക്ഷണം കഴിക്കുന്ന ക്വാണ്ടിറ്റിയോ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ വളരെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും, ചിലർക്ക് തീരെ വിശപ്പില്ല, ഭക്ഷണമേ വേണ്ട എന്നുള്ളൊരവസ്ഥയിലായിരിക്കും. അതാണ് ഇവിടെ പിന്നീട് പറയുന്നത് ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ അപ്പറ്റൈറ്റ് നിയർലി എവറി ഡേ. അതായത് നമ്മുടെ വിശപ്പിൽ വ്യത്യാസം വരിക, അതല്ലെങ്കിൽ വിശപ്പ് കുറയുക, അതല്ലെങ്കിൽ വിശപ്പ് വളരെയധികം കൂടുക. ഇനി നാലാമത്തെ ക്രൈറ്റീരിയ ഇൻസാംനിയ ഓർ ഹൈപ്പർസാംനിയ നിയർലി എവറി ഡേ. അതായത് മിക്കവാറും എല്ലാ ദിവസങ്ങളിൽ തന്നെ ഒന്നില്ലെങ്കിൽ ഉറക്കമില്ലായ്ക, അതല്ലെങ്കിൽ വളരെ കൂടുതൽ ഉറക്കം. ഈ കൂടുതൽ ഉറക്കം എന്ന് പറയുമ്പോൾ മിക്കവാറും തന്നെ പകൽ സമയത്ത് എപ്പോഴും ഉറക്കം വന്നുകൊണ്ടിരിക്കുക, ഉറക്കം മതിയാവാത്ത പോലെ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു ടെൻഡൻസി, ഇതൊക്കെയാണ് കാണാറുള്ളത്. ഇനി അഞ്ചാമത്തെ ക്രൈറ്റീരിയ സൈക്കോമോട്ടർ അജിറ്റേഷൻ ഓർ റിട്ടാർഡേഷൻ നിയർലി എവറി ഡേ. നമ്മൾ ഈ പറയുന്ന എല്ലാ സിംറ്റംസും മിക്കവാറും ദിവസങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നിയർലി എവറി ഡേ എന്ന് പറയുന്നത്. സൈക്കോമോട്ടർ അജിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായ റെസ്റ്റ്ലെസ്നെസ്, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചിലപ്പോൾ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റൂമിൽ തെരാപ്പര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക, സമാധാനമായിട്ട് ഒരിടത്തിരിക്കാനോ ഒരു കാര്യം ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ കാലുകൊണ്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മൂവ്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ലാത്ത മൂവ്മെൻറ്റ്സ്. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് സംസാരിക്കുക, സംസാരത്തിൻ്റെ ആ ഒരു സ്പീഡ് കൂടിയതുപോലെ, അതിനെയാണ് സൈക്കോമോട്ടർ അജിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ സൈക്കോമോട്ടർ റിട്ടാർഡേഷൻ, ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ സ്ലോ ഡൗൺ ചെയ്യുക, നമ്മുടെ തോട്ടായിക്കോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ വളരെ സ്ലോയിലായിരിക്കും നമ്മുടെ റെസ്പോൺസ്, ഫിസിക്കൽ മൂവ്മെൻറ്റ്സും ഒക്കെ വളരെ കുറവായിരിക്കും, മടി പിടിച്ച് എവിടെയെങ്കിലും ഇരിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് വരിക. ഇനി ആറാമത്തത് ഫാറ്റിഗ് ഓർ ലോസ് ഓഫ് എനർജി.
ഫാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ടയേർഡ്നെസ്, എപ്പോഴും ക്ഷീണം, ഒരു എനർജി ഇല്ലാത്ത അവസ്ഥ. ഇനി ഏഴാമത്തത് ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ് ഓർ എക്സസീവ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ഗിൽറ്റ്. ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി ഒന്നുമില്ല, ഞാൻ വന്നിട്ടും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, എന്നെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല, ഇത്തരത്തിലേക്കുള്ള ചിന്ത. അതല്ലെങ്കിൽ ഗിൽട്ട് ഫീലിംഗ് ആയിരിക്കാം, നമ്മളെന്തോ മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ളൊരു കുറ്റബോധമായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തോ ഭാവത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നൊക്കെയായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിംപ്റ്റത്തെയാണ് ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ഗിൽട്ട് എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തത് ഡിമിനിഷ്ഡ് എബിലിറ്റി ടു തിങ്ക് ഓർ കോൺസെൻട്രേറ്റ് ഓർ ഇൻഡിസൈസീവ്നെസ്. നമ്മളിപ്പോൾ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണെങ്കിൽ നമ്മുടെ വർക്കിലോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളിലോ ഒന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഇൻഡിസൈസീവ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിലും നമുക്കൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല, ഒരു കൺക്ലൂഷൻ ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുക. ഇനി ഒമ്പതാമത്തത് recurrent thoughts of death, not just fear of dying, recurrent suicidal ideation without a specific plan or a suicide attempt or a specific plan for committing suicide. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡെത്തിനെ പറ്റി, മരണത്തെ പറ്റിയിട്ടുള്ള ചിന്തകളാവാം. ഇത് നമ്മുടെ ഫിയർ ഓഫ് ഡെത്ത് അല്ല. ചില ആൾക്ക് മരിക്കാൻ പേടിയുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്തകൾ വരും. പക്ഷേ ഇതല്ല, ജസ്റ്റ് ഫിയർ ഓഫ് ഡെത്ത് അല്ല, അല്ലാതെ നമുക്ക് മരിക്കണം എന്നുള്ളൊരു തോന്നൽ, ഇനി ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല, മരിക്കുന്നതാണ് ബെറ്റർ എന്നൊക്കെയുള്ളൊരു തോന്നൽ. ഇനി ചിലരെ സംബന്ധിച്ച് ഇങ്ങനത്തെ തോട്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, സൂയിസൈഡൽ പ്ലാൻ ഒന്നും ഉണ്ടാവില്ല. അതായത് എങ്ങനെ സൂയിസൈഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവില്ല. ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഒരു സ്പെസിഫിക് പ്ലാൻ ഉണ്ടാവും, ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാമെന്നൊരു പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരിക്കും. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഡിപ്രഷൻ ആണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ക്രൈറ്റീരിയ എയിൽ 9 സിംറ്റംസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരാൾക്ക് ഡിപ്രഷൻ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ 9 എണ്ണത്തിൽ 5 അതിൽ കൂടുതലോ സിംറ്റംസ് ഉണ്ടായിരിക്കണം. മിനിമം 5 എണ്ണം മതി. ആ 5 എണ്ണത്തിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഡിപ്രസ്ഡ് മൂഡായിരിക്കണം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ബാഡായിട്ടുള്ള ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരവസ്ഥയായിരിക്കണം. ഇനി അതല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്ലഷർ, നമുക്ക് നേരത്തെ ചെയ്തിരുന്ന കാര്യത്തിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നിലും ഒരു പ്ലഷർ തോന്നുന്നില്ല. ഇതിലേതെങ്കിലും ഒരു ലക്ഷണമായിരിക്കണം ഈ പറയുന്ന 5 എണ്ണത്തിൽ ഒരെണ്ണം. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ 9 സിംറ്റംസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. ഒന്നാമത്തത് ഡിപ്രസ്ഡ് മൂഡ്, രണ്ടാമത്തത് markedly diminished interest or pleasure in almost all activities, മൂന്നാമത്തത് significant weight loss or weight gain, നാലാമത്തത് insomnia or hypersomnia, അഞ്ചാമത്തത് psychomotor agitation or retardation, ആറാമത്തത് fatigue or loss of energy, ഏഴാമത്തത് feeling of worthlessness or excessive or inappropriate guilt, എട്ടാമത്തത് ഡിമിനിഷ്ഡ് എബിലിറ്റി ടു തിങ്ക് ഓർ കോൺസെൻട്രേറ്റ് ഓർ ഇൻഡിസൈസീവ്നെസ്, ഒമ്പതാമത്തത് റിക്കറൻറ്റ് തോട്ട്സ് ഓഫ് ഡെത്ത്, റിക്കറൻറ്റ് സൂയിസൈഡൽ ഐഡിയേഷൻ അല്ലെങ്കിൽ ഒരു സൂയിസൈഡൽ പ്ലാൻ. ഇതിപ്പോൾ നമ്മൾ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിലെ എ എന്ന് പറയുന്ന ക്രൈറ്റീരിയയാണ് പറഞ്ഞത്. ഇനി ബി ക്രൈറ്റീരിയ, ദീസ് സിംറ്റംസ് കോസ് ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ് ഓർ ഇമ്പയർമെൻറ്റ് ഇൻ സോഷ്യൽ, ഒക്യുപ്പേഷണൽ ഓർ അതർ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് ഫങ്ഷനിങ്. നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത സിംറ്റംസ് ഉണ്ടല്ലോ, ഈ സിംറ്റംസ് നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാക്കണം. ഇപ്പം നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെയുണ്ട്, പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ജോലിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ, മറ്റുള്ളവരോടുള്ള ഇൻട്രാക്ഷൻ ഇതിലൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരാൾക്ക് ഡിപ്രഷനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന സിംറ്റംസ് ഒന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളായിട്ടോ ഒക്കെ ഉള്ള ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ജോലിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അതിൽ നമുക്ക് കറക്റ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ പഴയ പോലെ ആളുകളോടൊന്നും ഇൻട്രാക്ട് ചെയ്യുന്നില്ല, പുറത്തു പോകാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ കല്യാണത്തിന് പോകാനോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനോ ഒന്നിലും ഒരു താല്പര്യം കാണുന്നില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മുടെ സോഷ്യൽ ലൈഫിലോ പേഴ്സണൽ ലൈഫിലോ ഒക്യുപ്പേഷണൽ ലൈഫിലോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഇനി സി ക്രൈറ്റീരിയ, ദ എപ്പിസോഡ് ഇസ് നോട്ട് അട്രിബ്യൂട്ടബിൾ ടു ദ ഫിസിയോളജിക്കൽ ഇഫക്ട്സ് ഓഫ് എ സബ്സ്റ്റൻസ് ഓർ ടു അനദർ മെഡിക്കൽ കണ്ടീഷൻ. നമ്മളിപ്പോൾ പറയുന്ന ഈ സിംറ്റംസ് ഉണ്ടല്ലോ, ഈ സിംറ്റംസ് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ്റെ ഭാഗമായിട്ടോ ഉള്ളതായിരിക്കരുത്.
അങ്ങനെയാണെങ്കിൽ നമുക്കത് ഡിപ്രഷനാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഡിസീസ് ഉള്ള ആളോ അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ആൾക്കോ ഇങ്ങനത്തെ സിംറ്റംസ് ചിലപ്പോൾ വരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഡിപ്രഷൻ ആണ് എന്ന് ചാടിക്കയറി നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ABC 3 ക്രൈറ്റീരിയയാണ് ഇത്രയും നേരമായിട്ട് ഡിസ്കസ് ചെയ്തത്. A മുതൽ C വരെയുള്ള ക്രൈറ്റീരിയ മേജർ ഡിപ്രസീവ് എപ്പിസോഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാൻ ഒരു പോയിന്റ് എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻറ്റ് ലോസ് ഉണ്ടായാൽ, നമ്മുടെ അടുത്തൊരാൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ പ്രളയം, അതുപോലത്തെ ഒരു ഡിസാസ്റ്റർ വന്നിട്ട് നമുക്കുണ്ടായിരുന്ന വീടും സ്വത്തുക്കളും ഒക്കെ നശിച്ചു പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സീരിയസ് മെഡിക്കൽ ഇൽനെസ്, ഒരു ക്യാൻസറോ അല്ലെങ്കിൽ നമ്മുടെ കയ്യോ കാലോ മുറിച്ച് കളയേണ്ട ഒരു സാഹചര്യം വരിക, ആക്സിഡൻ്റ് ഉണ്ടായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ഡാമേജ് നമുക്ക് പറ്റുക. അപ്പോൾ ഒരാളുടെ ലൈഫിൽ ഇതുപോലുള്ള എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഡിപ്രഷൻ ആണോ എന്നുള്ളത് കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. ഒരു പക്ഷേ അത് ആ ലോസിലുള്ള നാച്ചുറൽ റിയാക്ഷൻ ആവാം, ചിലപ്പോൾ ഡിപ്രഷനും ആവാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ ഒരു ഡയഗ്നോസിസ് കൊടുക്കാൻ. ഇനി ഇതിനകത്ത് പറയുന്ന D ക്രൈറ്റീരിയ, the occurrence of the major depressive episode is not better explained by schizoaffective disorder, schizophrenia, schizophreniform disorder, delusional disorder, or other specified and unspecified schizophrenia spectrum and other psychotic disorders. ഇതുപോലെ എല്ലാ ഡിസോർഡറിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഈ പറയുന്ന ഡിപ്രസീവ് എപ്പിസോഡ് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതായിരിക്കരുത്. ചിലപ്പോൾ സ്കിസോഫ്രീനിയോ അല്ലെങ്കിൽ സ്കിസോ അഫക്റ്റീവ് ഡിസോർഡറോ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ഡിപ്രസീവ് സിംപ്റ്റംസ് കണ്ടെന്ന് വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതായിരിക്കും അവരുടെ ഡയഗ്നോസിസ്. മേജർ ഡിപ്രസീവ് ഡിസോർഡർ അല്ലെങ്കിൽ ഡിപ്രഷൻ ആയിരിക്കില്ല അവരുടെ ഡയഗ്നോസിസ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ സ്കിസോ അഫക്റ്റീവ് ഡിസോർഡറോ സ്കിസോഫ്രെനിഫോമോ ഈ ഡിസോർഡറൊന്നും അല്ല എന്നുള്ളത് നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും. അതിൻ്റെ ലക്ഷണങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി ഈ ക്രൈറ്റീരിയ, ഇത് ഡിപ്രഷനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ ആണ്. ദർ ഹാസ് നെവർ ബീൻ എ മാനിക് എപ്പിസോഡ് ഓർ എ ഹൈപ്പോമാനിക് എപ്പിസോഡ്. അതായത് ഒരാൾക്ക് നേരത്തെ ഒരു മാനിക് അല്ലെങ്കിൽ ഒരു ഹൈപ്പോമാനിക് എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ടാവാൻ പാടില്ല. അത് നമ്മൾ മാനിക് എപ്പിസോഡ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. മാനിയ എന്ന് പറയുന്നൊരു കണ്ടീഷന് ഇതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഹൈപ്പോമാനിയ അല്ലെങ്കിൽ മാനിക് എപ്പിസോഡാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ പറയുന്നത് ഇയാൾക്ക് നേരത്തെ ഇത്തരത്തിലുള്ളൊരു മാനിക് എപ്പിസോഡോ അല്ലെങ്കിൽ ഒരു ഹൈപ്പോമാനിക് എപ്പിസോഡോ ഉണ്ടായിട്ടുണ്ടാവാൻ പാടില്ല. കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഡയഗ്നോസിസ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആയിരിക്കില്ല. ഒരാൾക്ക് മാനിക് എപ്പിസോഡും ഉണ്ടായിട്ടുണ്ട്, ഈ പറയുന്ന ഡിപ്രസീവ് എപ്പിസോഡും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബൈപോളാർ ഡിസോർഡർ ആണ് എന്നാണ് നമ്മൾ ഡയഗ്നോസിസ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് അതല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് മാനിക് എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിൽ പറയുന്നത്. അപ്പോൾ ഈ 5 എണ്ണമാണ് ഡിപ്രഷൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. ഡിപ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലി വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 20 പേരിൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇതുപോലെ ഉള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് തന്നെ ഒരു തെറപ്യൂട്ടിക് ഹെൽപ്പ് എടുക്കാനായിട്ട് പറയുക. ഇനി അതല്ല നമുക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങളുണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ തനിയെ ഡയഗ്നോസ് ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കാതെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക, അത് ഓവർകം ചെയ്യാനുള്ള വഴി നോക്കുക. ഓക്കെ, താങ്ക് യു.